റെസൽമേനിയ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നടന്ന സ്മാക്ക് ഡൗൺ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. ചെയ്തിട്ടുള്ള മാച്ച് സെഗ്മെന്റ്, ആ ഒരു സർപ്രൈസ് എല്ലാം നന്നായിട്ടുണ്ട്. ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻ കോഡി റോഡ്സ് ആണ് വന്നത്. അതായത് കോഡി റോഡ്സ് കഴിഞ്ഞ റോ എപ്പിസോഡിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ, റോക്ക് പീപ്പിൾസ് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്ന് കോഡി റോഡ്സുമായിട്ട് ചാമ്പ്യൻഷിപ്പ് കൈമാറുന്നതായിട്ടും അവസാനത്തിൽ റോക്ക് കോഡി റോഡ്സിനെ ചാലഞ്ച് ചെയ്ത് പോകുന്നത് പോലെയും കാണിച്ചിരുന്നു. അതായത് തനിക്കിപ്പോൾ ഷോട്ടെല്ലാം ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം താൻ തിരിച്ചു വന്ന് കോഡി റോഡ്സിനെ നേരിടുമെന്നാണ് റോക്ക് പറഞ്ഞത്. അപ്പോൾ ഇത് തന്നെയാണ് ഈ സെഗ്മെന്റിൽ കോഡി റോഡ്സും മെൻഷൻ ചെയ്തത്. അതായത് റോക്ക് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവർക്ക് നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റി അല്ലെങ്കിൽ സെഗ്മെന്റിനെ പറ്റിയൊക്കെയാണ് കോഡി റോഡ്സ് ഈ സെഗ്മെന്റിൽ സംസാരിച്ചത്. അതായത് റോക്കിന്റെ ഒരു തെറ്റായിട്ടുള്ള തീരുമാനം പോലെയാണ് കോഡി റോഡ്സ് ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് റോക്കിനെയും കാത്ത് കോഡി റോഡ്സ് WWE തന്നെ ഉണ്ട് എന്നും കോഡി റോഡ്സ് എങ്ങോട്ടും പോവില്ല എന്നും റോക്കിനോട് പറയുന്നുണ്ട്. പിന്നീട് കോഡി റോഡ്സ് അടുത്തതായി നടക്കാൻ പോകുന്ന ബാക്ക്ലാഷ് പേപ്പർവ്യൂവിനെ പറ്റി സംസാരിച്ചു. അതായത് ബാക്ക്ലാഷിൽ തനിക്ക് ഒരു മാച്ച് ഉണ്ട് എന്നും തൻ്റെ ന്യൂ ഓപ്പോണന്റ് ആരായിരിക്കാമെന്ന് കോഡി റോഡ്സ് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ബോബി ലാഷ്ലി ആകാം, റെയ് മിസ്റ്റീരിയോ ആകാം, സാന്റോസ് എസ്കോബാർ ആകാം, അല്ലെങ്കിൽ LA നൈറ്റ് ആകാം, അതുമല്ലെങ്കിൽ AJ സ്റ്റൈൽസ് ആകാം, അല്ലെങ്കിൽ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ കെവിൻ ഓവൻസ് ആകാം എന്നൊക്കെ കോഡി റോഡ്സ് പറയുന്നുണ്ട്. ഇതിൻ്റെ കാരണം ഇവരിൽ 6 പേരെ വെച്ചുകൊണ്ട് 2 ട്രിപ്പിൾ ത്രെഡ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് ഇന്ന്. അതിൽ വിൻ ചെയ്യുന്നവരുമായിട്ട് ഫൈനല്, അതിൽ വിൻ ചെയ്യുന്നവരുമായിട്ട് കോഡി റോഡ്സിന്റെ കൂടെ ബാക്ക്ലാഷിൽ മാച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനുശേഷം സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടൻഡർ മാച്ചിന്റെ ഫസ്റ്റ് റൗണ്ടാണ്. ഇത് ട്രിപ്പിൾ ത്രെഡ് മാച്ച് ആയിട്ടാണ് നടന്നത്. LA നൈറ്റ് ഫോഴ്സസ് ബോബി ലാഷ്ലി ഫോഴ്സസ് സാന്റോസ് എസ്കോബാർ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ സാന്റോസ് എസ്കോബാറിന്റെ ടീമിലുള്ള ഹുംബർട്ടോ ആൻഡ് ഏഞ്ചൽ ഇവർ വന്നുകൊണ്ട് സാന്റോസിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും ബോബി ലാഷ്ലിയെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതേസമയം ബോബി ലാഷ്ലിയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സും അവിടെ വന്നുകൊണ്ട് ഇവരെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് വീണ്ടും ഈ മാച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണിച്ചു. മാച്ചിന്റെ അവസാനത്തിൽ ലാഷ്ലി സാന്റോസ് എസ്കോബാറിനെ സ്പിയർ ചെയ്യാൻ നോക്കുമ്പോൾ സാന്റോസ് മാറും. ലാഷ്ലി നേരെ റിംഗ് പോസ്റ്റിൽ പോയി ഇടിയൊരു അവസരം ഉപയോഗിച്ചുകൊണ്ട് LA നൈറ്റ് സാന്റോസ് എസ്കോബാറിനെ BFT ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ LA നൈറ്റ് ആണ് വിൻ ചെയ്ത് ഫൈനൽ മാച്ചിലേക്ക് ആഡ് ആയത് നെക്സ്റ്റ് സ്മാക്ക് ഡൗണിൽ. പിന്നീട് സോളോ സിക്കാവ, ജിമ്മി യുസോ, പോൾ ഹേമൻ ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ പോൾ ഹേമൻ റോമൻ റെയിൻസ് തോറ്റ കാര്യത്തെ പറ്റിയെല്ലാമാണ് സംസാരിച്ചത്. അതായത് കോഡി റോഡ്സ്, ജോൺ സീന, അണ്ടർടേക്കർ, സെത്ത് റോളൻസ് ഇവരെയെല്ലാം കൊണ്ടുവന്ന് റോമൻ റെയിൻസിനെ തോൽപ്പിച്ചു. എന്നാൽ റോമൻ റെയിൻസ് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന ലെവലിലാണ് പോൾ ഹേമൻ ഈ സെഗ്മെന്റിൽ സംസാരിച്ചത്. അതായത് ഇതിനു മുൻപ് നടന്ന റെസൽമേനിയയിൽ ചില സെക്കൻഡുകൾ മാത്രമേ സോളോ സിക്കാവ റോമനെ സഹായിച്ചുള്ളൂ എന്നും ആ അവസരം ഉപയോഗിച്ച് റോമൻ വിൻ ചെയ്ത കാര്യത്തെ പറ്റിയും അത് കോഡി റോഡ്സിന് സംഭവിച്ച മിസ്റ്റേക്കാണ് എന്ന രീതിയിലാണ് പോൾ ഹേമൻ സംസാരിച്ചത്. അതായത് ഇവര് ചീറ്റ് ചെയ്ത് വിൻ ചെയ്യില്ല, ഇവരെല്ലാ മാച്ചും ക്ലീൻ ആയിട്ടാണ് വിൻ ചെയ്തത്. ഈ ഒരു ലെവലിലൊക്കെ അവസാനം ട്രൈബൽ ചീഫ് റോമൻ റെയിൻസിനെ പറ്റി പറയാൻ തുടങ്ങും, അല്ലെങ്കിൽ റോമൻ വന്നതിന് ശേഷം എന്താണ് ചെയ്യുക, ആ ലെവലിലെല്ലാം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സോളോ സിക്കാവ മൈക്ക് വാങ്ങുന്നതായിട്ടും മൈക്ക് വാങ്ങിയതിന് ശേഷം സോളോ സിക്കാവ ദേഷ്യപ്പെടുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ റോമൻ റെയിൻസ് പോയതിനു ശേഷം താനാണ് ഇനി എല്ലാം, താനാണ് ബ്ലഡ് ലൈൻ ടീം ലീഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത ട്രൈബൽ ചീഫ്, ഇങ്ങനെയൊക്കെയാണ് സോളോ സിക്കാവനെ കാണിച്ചത്. ഇത് കണ്ട് ജിമ്മി യൂസോ മനസ്സിലാക്കുന്നതായിട്ടും അപ്പോൾ തന്നെ ജിമ്മി യൂസോനെ പോയി കെട്ടിപ്പിടിച്ച് റോമൻ യൂസോയുടെ അടുത്ത് എന്താണോ ചെയ്തത് അത് തന്നെയാണ് സോളോ സിക്കാവയും ഈ സെഗ്മെന്റിൽ ചെയ്തത്. അതിനുശേഷം മിസ്റ്ററി ആയിട്ടുള്ള ആ ഒരു റെസ്ലർ റിങ്ങിൽ കയറി ജിമ്മി യുസോനെ അറ്റാക്ക് ചെയ്തു. ശേഷം സോളോ സിക്കാവ കണ്ടിന്യൂസ് ആയിട്ട് സമവൺ സ്പൈക്ക് എല്ലാം ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ മിസ്റ്ററിയായി വന്ന റെസ്ലർ മറ്റാരുമല്ല, ടോമോ ടോങ്കയാണ് WWE വന്നത്. ഒരുപാട് നാളായിട്ടുണ്ട് ഈ ഒരു റെസ്ലർ WWE വരുമെന്ന് റൂമർ എല്ലാം ഉണ്ടായിട്ട്, എന്നാൽ ഇതുവരേക്കും വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു റെസ്ലർ WWE വന്ന് ബ്ലഡ് ലൈൻ ടീമിൽ ജോയിൻ ചെയ്തേക്കാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചതിന് ശേഷം എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോൾ ഹേമൻ ഷോക്കായി നിൽക്കുന്നതായിട്ടും തൻ്റെ ഫോൺ എടുക്കുന്ന സമയത്ത് സോളോ സിക്കാവ അതെല്ലാം വാങ്ങിച്ച് നശിപ്പിച്ച് കളയുന്നുണ്ട്. പിന്നീട് സോളോ സിക്കാവയോട് എന്നെ അറ്റാക്ക് ചെയ്യല്ലേ എന്ന ലെവലിൽ
പോൾ ഹേമൻ പറഞ്ഞുകൊണ്ട് ഇവരുടെ പിന്നാലെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് പോകുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ മൊത്തത്തിൽ റോമൻ റെയിൻസിന്റെ സ്ഥാനം സോളോ സിക്കാവ എടുത്തതുപോലെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു സെത്ത് റോളൻസ് റോമൻ ഇവരുടെ സ്റ്റോറി. അതിൽ നമ്മൾ പറഞ്ഞതിനോട് യോജിക്കുന്ന രീതിയിലും പോൾ ഹേമൻ ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് റോമൻ റെയിൻസിന്റെ വീക്ക്നെസ് നോക്കി സെത്ത് റോളൻസ് കളിച്ചു എന്ന് ഷീൽഡ് ഗെറ്റപ്പിൽ വന്നുകൊണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൊണ്ടും ഈ സെഗ്മെന്റ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ബ്ലഡ് ലൈൻ ടീം റോമൻ റെയിൻസിന്റെ ലോക്കർ റൂമിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ലോക്കർ റൂം കോഡി റോഡ്സിന്റെ റൂമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ആരുടെ കയ്യിലാണോ ചാമ്പ്യൻഷിപ്പ് അവർക്കാണ് ആ റൂം ഉള്ളത്. അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ പോൾ ഹേമൻ ഇവരെ തടയുന്നതായിട്ടും ആ ചാമ്പ്യൻഷിപ്പ് തിരിച്ചു വന്നാൽ മാത്രമേ അങ്ങോട്ട് പോകാൻ സാധിക്കൂ, അല്ലെങ്കിൽ ആ ഒരു റൂം നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കൂ, ഈ ഒരു ലെവലിലൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ബ്രോൺ ബ്രേക്കർ വേഴ്സസ് കാമറോൺ ഗ്രൈൻഡ്സ് ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച് നടന്നിരുന്നു. അപ്പോൾ ഈ മാച്ച് ഒരു നോർമൽ മാച്ച് ആയിട്ടാണ് തോന്നിയത്. മാച്ചിൽ വളരെ സിമ്പിൾ ആയിട്ട് സ്പിയർ മൂവ് യൂസ് ചെയ്ത് ഈ മാച്ചിൽ ബ്രോൺ ബ്രേക്കർ ആണ് വിൻ ചെയ്തത്. പിന്നീട് ന്യൂ വുമൺസ് ചാമ്പ്യൻ ബെയ്ലിയുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റി റസൽമേനിയ മാച്ചിനെ പറ്റിയൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ ബെയ്ലിക്കും ഈ സെഗ്മെന്റിൽ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സെഗ്മെന്റിന്റെ അവസാനത്തോട് കൂടിയിട്ട് ടിഫാനി സ്റ്റാറ്റൻ വന്നുകൊണ്ട് തനിക്ക് റസൽമേനിയയിൽ മാച്ച് ഒന്നും കിട്ടിയില്ല, ബെയ്ലിയോടൊപ്പം മാച്ച് ചെയ്യാനായിട്ട് അവസരമെല്ലാം ചോദിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ബെയ്ലി പറയുന്നുണ്ട്, ഞാൻ ഓപ്പൺ ചാലഞ്ച് ഒന്നും വെച്ചിട്ടില്ല, നയോമിയുടെ കൂടെയാണ് മാച്ച് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് പറഞ്ഞത്. അവിടെ നയോമിയും വന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ ടിഫാനിയെ നേരിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച് വെച്ചിരുന്നു. അപ്പോൾ ഈ മാച്ചിന് മുൻപ് നടന്നിട്ടുള്ള മാച്ചാണ്. അന്ന് ടിഫാനിയാണ് വിൻ ചെയ്തത്. എന്നാൽ ഇന്ന് നടന്ന ഈ ഒരു മാച്ചിൽ നയോമിയാണ് വിൻ ചെയ്തത്. അതിനുശേഷം ഒരു ടാഗ് ടീം മാച്ചാണ് നടന്നത്. ജേഡ് കാർഗിൽ ആൻഡ് ബിയാങ്ക ബെലർ ഫോഴ്സസ് ചൾസി ഗ്രീൻ ആൻഡ് പൈപ്പർ നിവിൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ വളരെ സിമ്പിളായി തന്നെ ചെൽസി ഗ്രീനെ ഫിനിഷർ ചെയ്തുകൊണ്ട് ജേഡ് കാർഗിൽ ആൻഡ് ബിയാങ്ക ബെല്ലർ ഇവരാണ് ഈ മാച്ച് വിൻ ചെയ്തത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നയോമി ബെയ്ലി നെക്സ്റ്റ് വീക്ക് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് വെച്ചിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. അതുപോലെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ പ്ലാനിൽ ഫാറ്റൽ 4-way നമ്പർ 1 കണ്ടൻഡർ മാച്ചും. അതിനുശേഷം സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റായി നടന്നത് AJ സ്റ്റൈൽ ഫോഴ്സസ് റെയ് മിസ്റ്റീരിയോ ഫോഴ്സസ് കെവിൻ ഓവൻസ് ഇവർക്ക് തമ്മിലുള്ള നമ്പർ 1 കണ്ടൻഡർ മാച്ചാണ്. ത്രെഡ് മാച്ച്, അതായത് നമ്പർ 1 കണ്ടൻഡറിന്റെ റൗണ്ട് 2 മാച്ച്. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർ LA നൈറ്റുമായിട്ട് ഫൈനൽ മാച്ച് വരും. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇന്ന് സ്മാക്ക് ഡൗണിൽ നടന്ന നല്ല അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. ഇവരുടെ പെർഫോമൻസ് ഒന്നും പറയാനില്ല, വളരെയധികം സെറ്റായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ AJ സ്റ്റൈൽസിനെ റെയ് മിസ്റ്റീരിയോ 619 ചെയ്ത് ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ കെവിൻ ഓവൻസ് റെയ് മിസ്റ്റീരിയോനെ സ്റ്റണ്ണർ ചെയ്ത് റിങ്ങിന് പുറത്തേക്ക് ഇടും. ശേഷം AJ സ്റ്റൈൽസിനെ സ്വൻഡൻ ബംപ് ചെയ്യാൻ നോക്കുമ്പോൾ AJ സ്റ്റൈൽസ് കാലി വെച്ച് കൊടുത്തു. അതിനുശേഷം AJ സ്റ്റൈൽസ് 450 ചെയ്യാൻ നോക്കുമ്പോൾ റെയ് മിസ്റ്റീരിയോ ബ്ലോക്ക് ചെയ്ത് AJനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. എന്നാൽ AJ അത് അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്ത് റോപ്പിന്റെ മുകളിൽ നിന്നും ഒരു സൂപ്പർ സ്റ്റൈൽ ക്ലാഷ് റെയ് മിസ്റ്റീരിയോനെ വെച്ച് കെവിൻ ഓവൻസിന്റെ മേലേക്ക് ചെയ്ത് റെയ് മിസ്റ്റീരിയോനെ അങ്ങനെ തന്നെ പിൻ ചെയ്ത് ഈ മാച്ചിൽ AJ സ്റ്റൈൽസ് ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം AJ സ്റ്റൈൽസ് നമ്പർ 1 കണ്ടൻഡറിന്റെ ഫൈനൽ മാച്ചിലേക്ക് ആഡായി. LA നൈറ്റും വന്നുകൊണ്ട് ഇവര് ഫേസ് ടു ഫേസ് നിന്നു. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ AJ സ്റ്റൈൽസ് ആണ്. കാരണം LA നൈറ്റ് റസൽമേനിയയിൽ AJ സ്റ്റൈൽസിനെ തോൽപ്പിച്ചതാണ്, കണ്ടിന്യൂസ് ആയിട്ട് തോൽപ്പിക്കാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ AJ സ്റ്റൈൽസ് കോഡി റോഡ്സ് ഈ മാച്ച് വെക്കാനാണ് ചാൻസ്. ഒരു വേറെ ലെവൽ മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് സ്മാക്ക് ഡൗണിൽ നടന്നിട്ടുള്ളത്. സ്മാക്ക് ഡൗണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.